أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 241 വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: നിങ്ങളിൽ നിന്ന് ഭാര്യമാരെ വിട്ട് ചരമം പ്രാപിക്കുന്നവർ തങ്ങളുടെ ഭാര്യമാരെ വീട്ടിൽ നിന്നും പുറത്താക്കാതെ 1 വർഷം വരെ അവർക്ക് ജീവനാംശം നൽകണമെന്ന് വസിയത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അവർ സ്വമനസ്സാലെ പുറത്തു പോകുന്ന പക്ഷം അവർ തങ്ങളുടെ കാര്യത്തിൽ ന്യായമായി എന്തു ചെയ്യുന്നുവോ അതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു: ഈ ആയത്തിൽ വസിയത്തും എന്നത് മസ്ദറും അതായത് ധാതുവും അതിനു മുമ്പ് യൂസൂൻ എന്നത് മഹ്സൂഫുമാകുന്നു. അതുപോലെ തന്നെ മത്താഅൻ എന്നത് മസ്ദറും അതിനു മുമ്പ് മത്തിഊഹുന്ന എന്നത് മഹ്സൂഫുമാകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം തൻ്റെ മരണശേഷം തൻ്റെ ഭാര്യയ്ക്ക് 1 വർഷം വരെ അവിടെ പ്രയോജനം ലഭിക്കണമെന്ന് വസിയത്ത് ചെയ്യേണ്ടതാണ്. അതായത് തൻ്റെ വസിയത്ത് നടപ്പിലാക്കുന്നവർ തൻ്റെ ഭാര്യയ്ക്ക് 1 വർഷം വരെ ഉപകാരം ചെയ്യുമെന്ന് വസിയത്ത് ചെയ്യേണ്ടതാണ്. ശേഷം ഗൈറ ഇഖ്റാജിൻ എന്ന പദമാണ്. അത് മത്താഅൻ എന്നതിന് പകരമായിട്ടാണ് വരുന്നത്. പ്രയോജനം ലഭിക്കണമെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കരുത് എന്നാണ്. മറിച്ച് അവിടെ തങ്ങാനുള്ള 1 വർഷം വരെ അവിടെ തങ്ങാൻ അനുവദിക്കണമെന്നുള്ളതാണ്. അഥവാ ആ വീട് മറ്റൊരാൾക്ക് അനന്തരാവകാശമായി ലഭിച്ചാൽ പോലും 1 വർഷം വരെ അവർക്കതിൽ തങ്ങാൻ അവകാശമുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ അതിനർത്ഥം അവർക്ക് സ്വയം പുറത്തു പോകാൻ അനുവാദം ഇല്ല എന്നല്ല. മറിച്ച് ഇദ്ദ കാലാവധിക്ക് ശേഷം അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്ത് പോകാവുന്നതാണ്. 1 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത് 1 വർഷം എന്നുള്ള നിബന്ധന അവളുടെ അതായത് സ്ത്രീയുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിബന്ധന അനന്തരാവകാശികൾക്കാണ് ബാധകമാകുന്നത്. അതായത് 1 വർഷം വരെ അവരെ അവിടെ നിർത്തുക അല്ലെങ്കിൽ അവർക്കതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത്. എന്നാൽ അവർക്കുള്ള നിബന്ധന അതായത് സ്ത്രീക്കുള്ള നിബന്ധന എന്നത് ഇദ്ദ പൂർത്തിയാകും വരെ വീട്ടിൽ തന്നെ കഴിയുക എന്നത് മാത്രമാണ്. ഇദ്ദയുടെ കാലാവധി പൂർത്തിയായാൽ പിന്നെ അവളുടെ ഇഷ്ടമാണ് അവിടെ നിന്നുകൊണ്ട് കൂടുതൽ പ്രയോജനം കരസ്ഥമാക്കണോ വേണ്ടയോ എന്നത്. 1 വർഷം എന്ന് പറഞ്ഞത് ഇദ്ദ ഉൾപ്പെടെയാണോ അതിന് പുറമെയാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അഭിപ്രായ പ്രകാരം അതിൽ ഏതാണോ സ്ത്രീകൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് അത് അംഗീകരിക്കേണ്ടതാണ്. അതായത് ഇദ്ദയുടെ കാലാവധി കൂടാതെ 1 വർഷം വീട്ടിൽ തങ്ങാൻ അനുമതി നൽകുക എന്നതാണ്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളോ സ്ത്രീകളോ ആ കൽപ്പന പാലിക്കാറില്ല എന്നതാണ്. ആ സ്ത്രീക്ക് കുട്ടികളുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചു കാലത്തേക്ക് അവർ ക്ഷമിച്ചു എന്ന് വരാം. എന്നാൽ കുട്ടികളില്ല എങ്കിൽ മരിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ സ്വത്ത് ഭാഗിക്കുന്നതിന് പിന്നാലെ കൂടാൻ തുടങ്ങുന്നു. എന്നാൽ ഭർത്താവ് മരിച്ച സ്ത്രീയെ 1 വർഷം വരെ അവിടെ തന്നെ കഴിയാൻ അനുവദിക്കണമെന്നത് അള്ളാഹുവിൻ്റെ ശക്തമായ കൽപ്പനയാണ്. ചിലർ പറയുന്നത് സ്വത്ത് ഭാഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കൽപ്പന ഇറങ്ങിയത് ശേഷം ഈ കൽപ്പന ദുർബലമായിരിക്കുന്നുവെന്നാണ്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. വിധവക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്നും ലഭിക്കുന്ന ഓഹരിയുമായി ഇതിന് യാതൊരു ബന്ധവും തന്നെയില്ല. അത് മറ്റൊരു കൽപ്പനയാണ്. ഇതിൽ അതിനു പുറമെ വിധവക്ക് 1 വർഷം വരെ ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടത് നിർബന്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫൈൻ ഖറജ്ന ഫലാ ജുനാഹ അലൈക്കും ഫീമാ ഫഅൽന ഫീ അൻഫുസിഹിന്ന മിൻ മഅറൂഫിൻ. അവർ സ്വമനസ്സാലെ 1 വർഷത്തിനുള്ളിൽ തന്നെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ അതിന് അനുവദിക്കേണ്ടതാണ്. 1 വർഷം പൂർത്തിയാകും വരെ അവരെ അവിടെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇദ്ദയുടെ കാലാവധി പൂർത്തിയാക്കേണ്ടതില്ല അല്ലെങ്കിൽ ആ കൽപ്പന ദുർബലപ്പെട്ടിരിക്കുന്നുവെന്ന് ധരിക്കുകയാണെങ്കിൽ അതും തെറ്റാണ്. ഇദ്ദയുടെ കാലാവധി പൂർത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോകുന്നതിൽ കുറ്റമൊന്നുമില്ല. അത് മഅറൂഫ് അഥവാ ന്യായമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
മഅറൂഫ് എന്ന പദം ഖുർആനിൽ പലതവണ വന്നിട്ടുണ്ട്. ഇത് അറഫ എന്ന പദത്തിൽ നിന്നും നിഷ്പന്നമായതാണ്. അതിനർത്ഥം അറിയപ്പെടുന്നത് എന്നാണ്. മുഫ്രദാത്തെ ഇമാം റായിബിൽ എഴുതിയിരിക്കുന്നത് അൽ മഅറൂഫു ഇസ്മും ലിക്കുല്ലി ഫിഇലിൻ യുഅറഫു ബിൽ അഖ്ലി വശർഇൽ ഹുസ്ന എന്നാണ്. വിധിയുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗുണം പ്രകടമാകുന്ന കർമ്മത്തെയാണ് മഅറൂഫ് എന്ന് പറയുന്നത്. ഇവിടെ ഇഷ്ടപ്പെടുന്നതും ഉത്തമവുമായത് എന്ന അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് യുദ്ധ കാലാവധിക്ക് ശേഷം അവൾ മറ്റൊരു വിവാഹം കഴിക്കുകയോ മാതാപിതാക്കളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ അടുത്തോ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല, അത് അനിഷ്ടകരമല്ല. മറിച്ച് അതിൽ നിന്നും അവളെ തടയരുത് എന്നതാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.